ഇവനെ കളക്ട് ചെയ്യാനായിട്ട് രാത്രി 10 മണിയായിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് 10 മണിക്ക് എത്തുന്ന ട്രെയിനിലാട്ടോ നമ്മുടെ ലഗേജ് വരുന്നത്. അപ്പോൾ ട്രെയിൻ ഞങ്ങൾ വന്നതിന് ശേഷം വന്നു. ലഗേജിൻ്റെ സെക്ഷനിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. എപ്പോഴാണോ അത് ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ലഗേജ് ട്രെയിനിൻ്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ പോർട്ടർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ ആളുടെ അടുത്ത് ലഗേജ് കളക്ട് ചെയ്യാൻ നിന്നപ്പോൾ ആൾ പറഞ്ഞത് നമ്മുടെ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് അവർക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കണം എന്ന്. അപ്പോൾ നമ്മൾ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആ ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ഈ ഒരു സമയത്ത് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യാന്ന് വെച്ച് പറഞ്ഞു. അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല, അവർ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്താലേ തരൂ എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും എന്നറിയാതെ നേരെ നമ്മൾ ഗുരുവായൂർ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി നോക്കി എവിടെയെങ്കിലും കിട്ടുമോയെന്ന്. പക്ഷെ ഒരു രക്ഷയുണ്ടായിട്ടുണ്ടായിരുന്നില്ല, എല്ലായിടത്തും അടച്ചിരുന്നു. തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ പോയി പറയാമെന്ന് വിചാരിച്ചപ്പോഴായിരുന്നു ഈ ഒരു വീട്ടിൽ ഒരു കട കണ്ടത്. ബെല്ലടിച്ചപ്പോൾ ആ ഒരു അച്ഛൻ വന്ന് ഡോർ തുറന്നു. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ മോൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെ 5 മണിക്ക് പോകും, നമുക്ക് വേണ്ടിയിട്ട് ആൾ മോനെ വിളിച്ചു വരുത്തി. മോനൊരു അഡ്വക്കേറ്റാണ്, ജോലി കഴിഞ്ഞ് വന്ന ആ ഒരു ക്ഷീണത്തിൽ പോയി കെടുക്കാനായിട്ട് പോയതായിരുന്നു. നമ്മുടെ ആ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ ആൾ വന്ന് നമുക്ക് എടുത്തു തന്നു. ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ആ അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ വല്ലവരും നമുക്ക് സഹായമായിട്ട് വരുമ്പോൾ നിങ്ങളും തിരിച്ച് ചെയ്യണം എന്നാട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 11 മണി ആയപ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നു. നമ്മൾ ആ ഫോട്ടോസ്റ്റാറ്റൊക്കെ കൊടുത്ത് നമ്മുടെ സാധനം കളക്ട് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓട്ടോ വിളിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് 400 രൂപയാട്ടോ ഓട്ടോയ്ക്ക് കൊടുത്തത്. ഇന്ന് ഈ ഒരു ഫോട്ടോസ്റ്റാറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നാളെ ഒരു ഓട്ടോ വിളിച്ച് വരേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ദൈവത്തെ പോലെയൊക്കെ നമ്മുടെ മുന്നിലെത്തും എന്നൊക്കെ പറഞ്ഞ പോലെയായിരുന്നു ആ ഒരു അച്ഛനും മോനും ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ലഗേജ് ഓട്ടോയിലേക്കൊക്കെ ഇവർ കയറ്റി തന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. കുറേ ദിവസമായിട്ട് നമ്മൾ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളിതെല്ലാം കണ്ടു, നേരിട്ടിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുംബൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ലഗേജ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ഉമ്മയും മക്കളൊക്കെ ഇതെന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനും തുടക്കം കുറിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടാണ് എന്നുള്ളതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഉമ്മാനെ കൊണ്ട് അതൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു. നമ്മൾ ആ ഒരു സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. ലേഡീസിൻ്റെ കുറേ ഡ്രസ്സിൻ്റെ ഐറ്റംസുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പുതിയൊരു സംരംഭമായിട്ട് തുടങ്ങുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് നമ്മളിത് എല്ലാവർക്കും നമ്മളിത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം.